നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആസ്തി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 3,02,00,000 രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് നരേന്ദ്രമോദി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വന്തമായി വീടോ കാറോ ഇല്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മോദിക്ക് 2,86,00,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. കൈവശം 52,920 രൂപയാണ് പണമായിട്ടുള്ളത്. ഗാന്ധിനഗർ, വാരണാസി എന്നിവിടങ്ങളിലെ ബാങ്കുകളിലായി 80,304 രൂപയുടെ നിക്ഷേപവുമുണ്ട്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 9,12,000 രൂപയുടെ നിക്ഷേപവും മോദിക്കുണ്ട്. 2,68,000 രൂപ വിലമതിക്കുന്ന 4 സ്വർണ്ണ മോതിരവും കൈവശമുണ്ട്. 2018-19 കാലയളവിൽ 11,14,000 രൂപയായിരുന്നു മോദിയുടെ വരുമാനം. 2022-23 കാലയളവിൽ 23,56,000 രൂപയായി ഇത് ഉയർന്നിട്ടുണ്ട്. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ ബിരുദവും 1983 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയതായും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ ഇല്ലെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിൽ നിന്നുള്ള ശമ്പളം, ബാങ്ക് പലിശ എന്നിവയാണ് വരുമാന ഉറവിടമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഭാര്യയുടെ സ്ഥാനത്ത് യശോദാബെൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിഷിയായ പണ്ഡിറ്റ് ഗണേശൻ ശാസ്ത്രി, BJP നേതാവും വ്യവസായിയും OBC വിഭാഗക്കാരനുമായ ലാൽചന്ദ് കുഷ്വാഹ, RSS നേതാവും OBC വിഭാഗക്കാരനുമായ ബൈജ്നാഥ് പട്ടേൽ, BJP നേതാവും ദളിത് വിഭാഗക്കാരനുമായ സഞ്ജയ് സോങ്കർ എന്നിവരാണ് നാമനിർദ്ദേശ പത്രികയിൽ മോദിയെ പിന്താങ്ങിയിട്ടുള്ളത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.